മനുഷ്യന് വേണ്ടിയിട്ട്, അതായത് ഇനിയൊരു അപകടം റെസ്ക്യൂർ എന്തുകൊണ്ട് റെസ്ക്യൂർ ആവുന്നു? ഞാൻ നായകളെ വന്ധീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പെണ്ണായനെ വന്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരു 100 തലമുറ നായകൾ പെരുമാറിയിരിക്കും. ഇതിന് തടയാൻ എന്തായിരുന്നു മാർഗം? പോംവഴികളുണ്ട്. നല്ല രീതിയിലുള്ള വന്ധീകരണങ്ങൾ പ്രോപ്പറായിട്ട് എന്റെ കുഞ്ഞിന് വാക്സിൻ കൃത്യമായിട്ട് എടുത്തില്ല. അവര് കൊണ്ട് ചെല്ലുമ്പോ ഇവരെ ഡിലേ ആണ്. എന്നിട്ട് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോഴത്തേക്കും അവർക്ക് അതൊക്കത്തില്ല. OP ടിക്കറ്റ് വേണം, അത് വേണം, ഇത് വേണം, ഞങ്ങൾക്ക് മുറിവ് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വന്ന ലേഡി ഡോക്ടർ ഈ മുറിവിനകത്ത് കുത്തിവെക്കേണ്ട മരുന്ന് വെറുതെ സ്പ്രേ ചെയ്ത് കളയാ ചെയ്തത്. പിന്നെ നമ്മൾ ചെന്ന് അടുത്തടുത്ത് നിന്ന് ഈ വാക്സിൻ എടുക്കാൻ പറ്റില്ല. ചികിത്സ കിട്ടിയില്ല. അവര് നമ്മൾ ഒരു പട്ടി കടിച്ച് കൊണ്ട് ചെല്ലുമ്പോൾ അത്രയും കെയർലെസ് ആയിട്ട്, അതായത് അവർ സ്ഥിരം കാണുന്ന എന്റെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് വെക്ക, ഇല്ലെങ്കിൽ ആ മുറിവ് ഒന്ന് പരിശോധിക്കാൻ പോലെ ഒരു അറപ്പ് പോലായിരുന്നു ആ ഡോക്ടർ എന്റെ കുഞ്ഞിനോട് പെരുമാറിയുന്നത്. ഒരു പെയിൻ കില്ലർ എന്റെ കുഞ്ഞിന് കൊടുത്തില്ല. അന്ന് രാത്രി കഴിച്ചു കൂട്ടിയത് അത്രയ്ക്ക് വേദന സഹിക്കാൻ പറ്റാൻ ഞാൻ പിറ്റേന്ന് ഞാൻ മെഡിസിറ്റി കൊണ്ട് ചെന്നാണ് ആ മുറിവ് പരിശോധിച്ചത്. ഇവിടെ ഉള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഉള്ള ഡോക്ടറിന്റെ അടുത്ത് മുറിവ് കൊണ്ട് കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞത് എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല എന്നാ പറഞ്ഞത്. പരാതി കൊടുത്തു ആർക്കെങ്കിലും? എല്ലാവർക്കും കൊടുത്തു. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. ഒരു മനുഷ്യൻ. നമ്മുടെ പ്രധാനമായിട്ടും പരാതി കൊടുത്തു. വീണ ജോർജിന് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റിക്ക് കൊടുത്തു. തെരുവ് നായ്ക്കളുടെ പ്രശ്നം ഉദ്യോഗസ്ഥന്മാര് സീരിയസ് ആയിട്ട് കാണുന്നില്ലേ? അതായത് ആ ഉമ്മ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം തെറ്റുകാരും കുറ്റക്കാരും ആരാണെന്ന് ആ ഉമ്മ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സാറിലേക്ക് വരാം. സാറ് പറഞ്ഞ ശാസ്ത്രീയപരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ട കാര്യം തന്നെ. അതുപോലെ തന്നെ ലളിതമായിട്ട് ഒരു പരിഹാര മാർഗം കൂടി നാടൻ നായ്ക്കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുക എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുന്നേ ഓരോ മൃഗാശുപത്രികളും അതൊക്കെ പോസ്റ്ററായിട്ട് ഒട്ടിച്ചിരുന്നു. ഇന്ന് അത് ഗവൺമെന്റ് ഇടപെടുന്ന പോലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബോധവൽക്കരണം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവർ എത്രയോ നാടൻ നായ്ക്കുഞ്ഞുങ്ങൾ ദത്തെടുത്ത് വളർത്താൻ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നു എന്ന് പറയും. ആ ദത്തെടുത്ത് വളർത്താൻ കൊടുക്കുക, അതോടൊപ്പം മറ്റുള്ള വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഈ നായകളെ വളർത്തുന്നവർക്കും കൊടുത്താൽ കൂടിന് വേണ്ടി ആനുകൂല്യം, വന്ധീകരിക്കാനുള്ള ആനുകൂല്യം, ചികിത്സയ്ക്ക് ആനുകൂല്യങ്ങൾ കൊടുത്ത ഓരോ പൗരനും നാടൻ നായ്ക്കുഞ്ഞുങ്ങൾ ദത്തെടുത്ത് വളർത്തും. ആ ദത്തെടുത്ത് വളർത്തുമ്പോൾ തെരുവിൽ ഈ നായകൾ പെറ്റുപെരുകുന്നത് തടയാനുള്ള ഒരു കാരണം കൂടി ആവുകയാണ്. അതോടൊപ്പം നമ്മളെ റാബിസ് ഉന്മൂലനം ചെയ്യാനുള്ള മറ്റൊരു പരിഹാര മാർഗം കൂടിയാണ്. അതും കൂടി ശരിക്കും ഗവൺമെന്റ് ഇടപെട്ട് ബോധവൽക്കരിച്ച് തെരുവിലെ ജീവനുകൾ തെരുവിൽ നായകൾ പെറ്റുപെരുകാതിരിക്കേണ്ട പ്രധാന പരിഹാര മാർഗത്തിൽ ഒന്നാണ് നമ്മൾ നാടൻ നായക്കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുക എന്നുള്ളത്. മനസ്സിലായി? പിന്നെ വേറൊന്ന് പറഞ്ഞത് ഈ ഷെൽട്ടർ എന്ന് പറയുന്നില്ലേ, ഈ പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥ ഉണ്ട് മൃഗങ്ങളുടെ, ജീവജാലങ്ങളിലെ. അതിൽ ഏറ്റവും പ്രധാന ഒരു മാലിന്യ സംസ്കരണം, നാച്ചുറൽ മാലിന്യ സംസ്കരണം നടക്കുന്ന സാറിനൊക്കെ അറിയും, ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കാക്ക, പൂച്ച, നായകൾ, ഇതൊക്കെ ഇവരൊക്കെ ഉള്ളത് കൂടി. ഇപ്പൊ ഈ പാമ്പിനെ ഇവിടെ ഉന്മൂലനം ചെയ്താൽ എന്താ, എലികൾ പെരുകും. അതുപോലെ തന്നെ കുറുനരുടെ കാര്യം പറഞ്ഞു, നായകൾ ഉന്മൂലനം ചെയ്യപ്പെട്ട എന്താ, മറ്റുള്ള ജീവജാലങ്ങൾ പെറ്റുപെരുക്കും. അതിനോടുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ അപ്പൊ ഇതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് ശരിക്കും പ്രോപ്പറായിട്ട് ഈ വിദേശ നായ ബ്രീഡ് ബിസിനസ് ഉണ്ടല്ലോ, അത് നിയന്ത്രണ വിധേയമാക്കണം. ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് മാറി വരുന്ന ഗവൺമെന്റ് പോലും ഇതിനു വേണ്ടി ഇടപെടുന്നില്ല. സത്യസന്ധമായിട്ട് ഒരു വർഷം വന്ധീകരണം പ്രോപ്പറായിട്ട് ശാസ്ത്രീയപരമായിട്ട് സുരക്ഷിതമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ നായകളുടെ എണ്ണം കുറയും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഉപ്പാന്റെ ഒക്കെ കണ്ണീരിന് ഒരു പരിഹാരം മുന്നോട്ട് വരണം. ഇത് അവർ തന്നെ പറഞ്ഞു, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്ന പരിഹാരങ്ങളില്ല. അവിടെ ചോദിച്ചാൽ ഈ കാര്യങ്ങൾ പറഞ്ഞു, അവർ പറഞ്ഞ കറക്റ്റാണ്. അതുകൊണ്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ശരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റും, മൃഗസംരക്ഷണ വകുപ്പ് എന്ന ഡിപ്പാർട്ട്മെന്റ് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. അവർ കറക്റ്റായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീരാ ഒരു വർഷം കൊണ്ട്